الله تعالى وبركاته. الحمد لله الحمد لله الحمد لله العظيم القدرة والشان حافظ الدين والقرآن وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എനിക്ക് സമക്ഷം സന്നിഹിതരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ പ്രൗഢമായ വേദിയിൽ പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണെന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം നിങ്ങളുമായി സംവദിക്കാനാണ് ഞാനിവിടെ ആഗതനായത്. നാഥൻ തുണക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ മാ യഅ്ബുറു ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, അവനെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? അള്ളാഹു നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനോട് ആത്മാർത്ഥതയായി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മല്ലം യസ്അലില്ലാഹ് യഗ്ളബ് അലൈഹി. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ, അവനോട് തേടിയിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളോട് കോപിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി വഅന മഅഹു ഇദാ ദആൻ. അള്ളാഹുവിനെ കുറിച്ച് അടിമ എന്ത് വിചാരിക്കുന്നുവോ അതുപോലെയാണ് അള്ളാഹു അവന്റെ അടുക്കൽ പെരുമാറുക. വഅന മഅഹു ഇദാ ദആൻ. അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവന്റെ കൂടെ അള്ളാഹു ഉണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പാടി വെക്കുന്നുണ്ട്, അത്തഹ്സഉ ബിദ്ദുആഇ വതസ്നീഹി.